വരാഹ രൂപമെടുത്ത് ഹിരണ്യാക്ഷനെ വധിച്ചു എന്ന് നമ്മൾ പറയണ്ടായി ഉണ്ടല്ലോ. ആ ഹിരണ്യാക്ഷനെ വധിക്കുന്ന സമയത്ത് ഭഗവാൻ ഭൂമിയെ ഉയർത്തി എന്ന് പറഞ്ഞു. ഹിരണ്യാക്ഷന്റെ സഹോദരനാണ് ആര്? ഹിരണ്യകശിപു. ഹിരണ്യാക്ഷൻ വധിക്കപ്പെട്ടപ്പോൾ ഹിരണ്യകശിപു പ്രതിജ്ഞ ചെയ്തു, എന്റെ സഹോദരനെ വധിച്ച ഹരിയുടെ മാറ് കീറി രക്തമെടുത്ത് ഞാൻ തർപ്പണം ചെയ്യുന്നു. ഇനിയിപ്പോ ഹിരണ്യകശിപുന് ഇപ്പൊ എന്താ വേണ്ടത്? ഹരിയുടെ, ഭഗവാന്റെ മാറ് കീറണം. ആ ഹരി ഒന്ന് കയ്യിൽ കിട്ടും. ആ ക്രോധവും അങ്ങേയറ്റത്തെ ഹരിയോടുള്ള അങ്ങേയറ്റത്തെ ദേഷ്യവുമായിട്ട് കൊട്ടാരത്തിലേക്ക് വന്ന് അവിടെ അങ്ങോട്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് മന്ത്രിമാരോട് പറഞ്ഞു, ഇനി മേലാൽ ഈ നാട്ടിൽ ഒരുത്തനും നാരായണ എന്നുള്ള ഒരു നാമം, അത് മാത്രല്ല ദൈവീകമായ ഒരു നാമവും ചൊല്ലിപ്പോകരുത്. എല്ലാവർക്കും ഇനി നാമം ചൊല്ലണമെന്നുണ്ടെങ്കിൽ ഒറ്റ നാമം ചൊല്ലിയാൽ മതി. എന്ത്? ഹെർണിയായ നമാനാം. ഇന്നത്തെ എല്ലാ ഹെർണിയക്കാരാണ്. എന്താണ്? ഹിരണ്യായ നമ. എന്താണ്? ഹിരണ്യായ നമ. എല്ലാവരും അത് മതി. എന്നിട്ടൊരു പ്രഖ്യാപനം നടത്തി, എവിടെയെങ്കിലും ഇതുപോലുള്ള യജ്ഞങ്ങള്, യാഗങ്ങള്, ഹോമങ്ങള്, ഗോക്കളെ സേവിക്കല്, നല്ല സജ്ജനങ്ങളുമായിട്ടുള്ള ഇതൊക്കെ എവിടെങ്കിലും കണ്ടാൽ അവരെയൊക്കെ നശിപ്പിച്ചോളൂ. ഇനി അതൊന്നും വേണ്ട. ഇനി അത്തരത്തിലുള്ള ഒരു പരിപാടിയും വേണ്ട. ഇനി ഞാനല്ലാതെ ഇവിടെ പൂജിക്കപ്പെടരുത് ഒരു ഹരി ഇങ്ങോട്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഹരി വരികയാണെങ്കിൽ എനിക്ക് ഹരിയെ പിടിച്ച് മാറി കീറാലോ എന്ന്. അപ്പൊ ഹരിയെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പുകച്ചു ചാടിക്കുന്നു കേട്ടില്ലേ? എലി മാളത്തിൽ പോയാൽ നിങ്ങൾ എന്താ ചെയ്യാ? ഒന്നും വേണ്ടാത്ത ചെയ്യാത്ത പോലെ അവിടെ ഇരിക്കുന്നത് ഓരോരുത്തര്. എലി മാളത്തിൽ പോയാൽ എന്താ ചെയ്യാ? പുകച്ചു ചാടിക്കുക എന്ന് പറഞ്ഞ പോലെ ഹരിയെ എങ്ങനെങ്കിലും ഇവിടെ ഒന്ന് വരുത്തണം. അതിനുവേണ്ടി പ്രകോപനങ്ങൾ ഉണ്ടാക്കുക. എന്തൊരു അത്ഭുതങ്ങളുടെ മണ്ണാണ്. ഞാൻ പടുത്ത കാലത്ത് അമർനാഥിൽ പോയി. അമർനാഥ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഗുഹയ്ക്കകത്ത് ശിവലിംഗം ഐസിലുണ്ടാവുന്നു. അതിന്റെ അകത്തേക്ക് വെള്ളം വരാൻ ഒരു ചാൻസും ഇല്ല. അത്ര ബന്ധവസ്ഥായിട്ടുള്ള ഒരു ഗുഹയ്ക്കകത്ത് ഐസിൽ ശിവലിംഗം രൂപപ്പെടുക. അതൊരു സീസണിൽ മാത്രമാണ് അത് കാണാനുള്ളൊരു തിരക്ക്. അതും നോക്കണം, 8000 അടി ഉയരത്തിലാണ്. ഈ കടലിന്റെ 8000-ഓളം അടി ഉയരത്തിൽ എന്ന് പറഞ്ഞാൽ അത്രയും ക്ലൈമറ്റ് ചേഞ്ച് ഉള്ള സ്ഥലം, തണുപ്പ്. ഇതൊക്കെ വകവയ്ക്കാതെ ദിവസവും ഒരു 1000 ആളുകളെങ്കിലും വന്നു പോകുന്ന സ്ഥലം. അങ്ങോട്ടുള്ള പോകുന്ന വഴി ഭയങ്കര ഡേഞ്ചറസ് ആണ്. എപ്പോഴാണ് ലാൻഡ് സ്ലൈഡ് അടിക്കുക എന്നറിയില്ല, എപ്പോഴാണ് വെതർ മാറുക എന്നറിയില്ല. ഈ കംപ്ലീറ്റ് പ്രശ്നത്തിന്റെ ഇടയ്ക്കും ആളുകൾക്ക് എന്തൊരു ഭക്തിയാണ് അവിടെ. എങ്ങനെയൊക്കെ ആള് കഷ്ടപ്പെട്ടു വന്നാലും അതൊന്ന് കാണാൻ. ഈ തരത്തിലുള്ളൊരു സംസ്കൃതി നമ്മുടെ ഭാരതത്തിനുണ്ട്. അത് എവിടെ നിന്നൊക്കെയാണ് ആളുകൾ, വിദേശത്തുനിന്നും അവിടുന്നും ഇവിടുന്നൊക്കെ. വിദേശത്തുനിന്ന് സായിപ്പന്മാര് വരെ വരികയാണ്. നിങ്ങൾ എന്തെങ്കിലും വൃന്ദാവനത്തിൽ പോണേ, എല്ലാവരോടുള്ള റിക്വസ്റ്റ് ആണ്, എത്രയും കുറച്ച് പൈസ കിടത്തുന്ന വൃന്ദാവനത്തിൽ പോകണം. കാണാൻ നിങ്ങൾക്ക് വിദേശികളായിട്ടുള്ള സായിപ്പന്മാര് ചെരുപ്പ് പോലും ഇടാതെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ എന്നും പറഞ്ഞിട്ട് വൃന്ദാവനത്തിന്റെ തെരുവീതികളിൽ ഇങ്ങനെ നടക്കുന്ന. കാരണം കൃഷ്ണന്റെ ലീലാ ഭൂമിയിൽ അവരാ നാമം ചൊല്ലി കൃഷ്ണനെ ആസ്വദിക്കുകയാണ്. ഇതൊക്കെ ഇവിടത്തുകാർക്ക് ഈ ജന്തുവിന് പറഞ്ഞിട്ടില്ല. ഈ റബ്ബർ ഉണക്കി മാത്രം ജീവിച്ച് കുറച്ച് വാട്ട കപ്പിയും കുറച്ച് ഓട്ട് എന്താ പറയില്ല ഞാൻ, ഇതിനൊക്കെ സാധനം ഇതിനപ്പുറത്തേക്ക് ലേശമൊക്കെ ഒന്ന് ചിന്തിക്കുക. ഈ കുട്ടികൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, അവിടെ ഇവിടേക്ക് ഒന്ന് പോയിട്ട് ജീവിതം കാണണം. ചത്തുപോകുമ്പോ ഒരു സാധനം നമ്മൾ കൊണ്ടുപോകും. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് മുഴുവൻ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്ന വലിയ കിടപ്പ് ഓരോരുത്തരെയും. ഒരു സാധനം കൊണ്ടുപോയില്ല. പല്ലിന്റെ അകത്ത് പോലും ലേശം സ്വർണം വെച്ച് അതും കൂടി വലിച്ചിട്ട് മക്കൾ വിട്ടുള്ളൂ. നിങ്ങള് പുറത്തോളൂ. നിങ്ങള് എന്നിട്ട് ജീവിതം ഇത് തന്നെ കൊണ്ട് നിൽക്കട്ടെ. ഏതായാലും ഇവിടെ ഹിരണ്യകശിപു അലറിക്കൊണ്ട് പറഞ്ഞു, ഒരു ധാർമ്മികമായ കാര്യവും ഇവിടെ നടക്കരുത്. അങ്ങനെ ഹിരണ്യകശിപുവിന്റെ നാമം മാത്രം. ഒരു വശത്ത് ഇതിങ്ങനെ നടക്കുമ്പോ ഹിരണ്യകശിപു പോയി അമ്മയെ കാണുമ്പോ അമ്മ പൊട്ടിക്കരയാണ് മകൻ മരിച്ച ദുഃഖത്തിന്. ഇവിടെ നിങ്ങൾക്ക് ഹിരണ്യകശിപുവിന്റെ വേറൊരു രൂപം കാണാം. ഹിരണ്യകശിപു അമ്മയ്ക്ക് വലിയ വേദാന്ത തത്വം പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മയോട് പറയണം, അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത്? മകനെ ഓർത്ത് കരയേണ്ട കാര്യമില്ല. കാരണം നമ്മളൊക്കെ ധീരന്മാരായ വീരപരാക്രമികളാണ്. ഇപ്പൊ യുദ്ധക്കളത്തിൽ വെച്ച് മരിച്ച ഒരാളെ കുറിച്ച് കരയാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ആരെ ഓർത്ത് കരയുന്നു? ഇതെപ്പോഴും ഓർക്കണം നിങ്ങൾ. ഈ മരണം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാത്തോണ്ടാ കരയുന്നത്. ആരും ശരിക്കും പറഞ്ഞാൽ
മരിക്കുന്നുമില്ല, ജനിക്കുന്നുമില്ല. ഇതൊരു തൽക്കാലം ഒരു രൂപത്തിൽ കയറുന്നു, പിന്നീട് ആ രൂപത്തിൽ നിന്നും ഇവിടെ ഒന്നിനും നശിപ്പിക്കാൻ ആർക്കും പറയൂ. അതുകൊണ്ട് കൃഷ്ണൻ വളരെ രാഘവത്തോട് പറഞ്ഞു, വസ്ത്രം മാറുന്ന പോലെയാണ് ഈ ജനനവും മരണം. നിങ്ങൾ രാമായണത്തിൽ വായിച്ചിട്ടില്ലേ, ജീർണവസ്ത്രം കളഞ്ഞമ്പോട് മാനുഷൻ, ജീർണവസ്ത്രം കളഞ്ഞമ്പോട് മാനുഷൻ പൂർണ്ണശോഭം നവ വസ്ത്രം ധരിച്ചിടും. ഏതുപോലെയാണ് ഒരു വസ്ത്രം മാറി വേറൊരു വസ്ത്രം ധരിക്കുന്ന പോലെയാണ്. നിങ്ങൾ ഒരു ദിവസം ഓർക്കണം, നാം ദിവസവും മരിക്കുന്നു, ദിവസവും ജനിക്കുന്നു. രാത്രി കിടക്കുമ്പോൾ ഒരു സെമി മരണമാണത്, രാവിലെ ഉണരുമ്പോൾ ഒരു ജനനമാണത്. അപ്പം ഒരു ദിവസം ഈ ശരീരം പോയാലും വേറൊരു ശരീരത്തിലേക്ക് നാം പ്രവേശിക്കും. അമ്മയോട് ചോദിച്ചു, അമ്മ മകനെ കണ്ടിട്ടുണ്ടോ? അപ്പൊ നിങ്ങളൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് പരസ്പരം നമ്മൾ കാണുന്നുണ്ടോ? ഇപ്പൊ ഞാൻ നിങ്ങളെ കാണുന്നു എന്ന് പറയുന്നെങ്കിലും നിങ്ങൾ എന്നെ കാണുന്നു, നമ്മൾ കാണുന്നുണ്ടോ ശരിക്കും? പെണ്ണ് കാണാൻ പോകുന്നു എന്ന് പറയുന്നു, ശരിക്കും പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? ആള് എന്താ ഒന്നും മിണ്ടാത്തത്? ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ച ഒരു ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? ഭാര്യയെ ശരിക്കും? ഭാര്യയെ കണ്ടിട്ടുണ്ടോ ഭർത്താവ്? മനസ്സിലായില്ല. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദ്യത്തിനൊരു ഉത്തരം ഉണ്ടാവില്ലേ? കണ്ടിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് സംശയമായി, ആരുടെ ഭർത്താവിനെ സ്വാമി ഉദ്ദേശിച്ചത്? വേണ്ടാത്ത അർത്ഥമല്ല. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട്? ഒരാൾക്കും ഉറപ്പില്ല. അവരവരുടെ ഇനി ഭാര്യയെ കണ്ടിട്ടുണ്ടോ ചോദിച്ചു നോക്കുക. ഭാര്യയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം? ഞാൻ എന്റെ ഭാര്യയെ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരാളെ കൈവെക്കൂ. എന്റെ ദൈവമേ, ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. അപ്പൊ ആരും ആരെയും കണ്ടിട്ടില്ല, സത്യത്തിൽ കാണുന്നില്ല. ഇപ്പൊ നോക്കൂ, ഞാൻ ഇതൊക്കെ പറയുമ്പോ എന്റെ ശരീരവും എന്റെ ശബ്ദവും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാൻ ഇതിലൂടെ പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ഒരു വ്യക്തിത്വം, ഒരു ജീവൻ. ആ ജീവന്റെ പ്രക്രിയ കൊണ്ടാണല്ലോ ചിന്തിക്കുന്ന ഒരു ഞാനെന്ന് പറയുന്ന ഒരു എനർജി. അതുള്ളത് കൊണ്ടാണല്ലോ ഈ ശബ്ദം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അല്ലോ, ആണോ അല്ലയോ? ആ ഒരു സത്യത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ ബോഡിയുടെ ശരിക്കും പറഞ്ഞാൽ മോഷനും അതിന്റെ കുറെ ശബ്ദങ്ങളും അതിന്റെ വൈബ്രേഷൻ, ശബ്ദം എന്ന് പറഞ്ഞാൽ വൈബ്രേഷനാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. ആണോ? പറയൂ. ഇപ്പൊ കണ്ണിൽ ഒരു തെളിച്ചം, അതൊരു ജീവന്റെ വെളിച്ചമാണ്. ആണോ? നിങ്ങളുടെ കണ്ണിൽ ആ ജീവന്റെ വെളിച്ചമാണ്. ആണോ അല്ലയോ? അതിനെ നമുക്കാർക്കും ശരിക്കും പൂർണ്ണമായി കാണാൻ പറ്റില്ല. ഇപ്പൊ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? അത് പറഞ്ഞപ്പോ മിണ്ടണില്ല. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? വെറും ശരീരത്തെ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾ പെണ്ണ് കാണാൻ പോയിരിക്കുന്നു. ആര് പെണ്ണിനെ കണ്ടിരിക്കുന്നു? വെറും ശരീരത്തെ കണ്ടിട്ട് പോയിരിക്കുന്നു. ആരും ആരെയും കാണുന്നില്ല. എല്ലാവരും കാണുന്നത് വെറും ഒരു ശരീരം മാത്രമാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അമ്മ കരയണ്ട, അമ്മ മകൻ കണ്ടിട്ടില്ല, ആ മകൻ ഒരിക്കലും മരിച്ചിട്ടുമില്ല എന്നൊക്കെ അമ്മയ്ക്ക് വളരെ ഒരു നല്ലൊരു കൗൺസിലിംഗ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അമ്മയ്ക്ക് തൽക്കാലം വിഷമൊക്കെ മാറി. ഇനി ഹിരണ്യകശിപു പറയണം, എന്നാൽ ഞാൻ ഹരിയെ കൊല്ലാനുള്ള ശക്തി ആർജിക്കാൻ പോകും എന്ന് പറഞ്ഞ് നേരെ പോന്നു. അവിടെ ചെന്ന് ത്രികൂട പർവ്വതത്തിൽ ചെന്ന് കഠിനമായ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. ആദ്യം രണ്ടു കാലിൽ നിന്നും ഒറ്റക്കാലിൽ നിന്ന് കാര്യം നേടി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒറ്റക്കാലിൽ തപസ് ചെയ്തു, ഒരു വിരലിൽ നിൽക്കാവുന്ന കഴിവ് നേടി. അങ്ങനെ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തിയിരുന്നു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുത്തി. ദേവന്മാർക്കൊരു പ്രത്യേകത, വന്ന ഉടനെ ചോദിക്കും, എല്ലാവരോടും പറയും, സ്വസ്തിതേ ഭദ്രമസ്തുതേ. പിന്നെ ചോദിക്കും, എന്തെങ്കിലും വരം എന്തെങ്കിലും വരം ചോദിക്കും. വരം ചോദിച്ചാൽ പറയും തഥാസ്തു, അങ്ങനെ ഇരിക്കട്ടെ. ഇത്രയും ദേവന്മാരുടെ ഈ നമ്മുടെ എന്താ പറയാ, ഇവരുടെയൊക്കെ ജോലിയാണ്. പ്രസിഡന്റിന്റെ ജോലി നാട മുറിക്കുക, ഈ വിളക്ക് കൊളുത്തി പോവുക, അത്രയ്ക്ക് അവരുടെ ജോലി കിട്ടും. എന്നതുപോലെ ഇവിടെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ചോദിച്ചു, എന്താ വരം വേണം? ആ ദൈവം ബ്രഹ്മാവിനെക്കൊന്ന് സ്തുതിച്ചു നല്ലോണം. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പകല് മരണം ഉണ്ടാവരുത്, ബാക്കി നിങ്ങൾ പറഞ്ഞു. അറിയാലോ കഥ. എന്താ പറഞ്ഞത്? രാത്രി മരണം ഉണ്ടാവരുത്, പിന്നെന്താണ്? പശു കുത്തി കൊല്ലരുത്, മാട് കുത്തി കൊല്ലരുത്, അങ്ങനെയൊക്കെ ഉണ്ടോ? അകത്ത് മരണം ഉണ്ടാവരുത്, പുറത്ത് മരണം ഉണ്ടാവരുത്. പിന്നെ കേരളത്തിൽ മരണം ഉണ്ടാവരുത്,
അങ്ങനെ എനിക്ക് ആയുധം കൊണ്ട് മരണം ഉണ്ടാവരുത്, പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വെള്ളത്തിൽ മരണം ഉണ്ടാവരുത്, ആകാശത്തിൽ മരണം ഉണ്ടാവരുത്, എന്നെ മൃഗം കൊല്ലരുത്, മനുഷ്യൻ കൊല്ലരുത്, ആയുധം കൊണ്ട് ഒരുപാട് വരം. ഇതുകൂടി കേട്ടപ്പം ബ്രഹ്മാവുണ്ടല്ലോ ഒരു 100 മീറ്റർ ദൂരെ നിന്നു. കാരണം ഈ വരമൊക്കെ കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. പണ്ട് പാവം പരമശിവനെ അബദ്ധം പറ്റി. ഒരുത്തൻ കഠിനമായി തപസ് ചെയ്ത് പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തി. പരമശിവനും ഇതുപോലെ കൊഞ്ചി പറഞ്ഞു, വരം പോവുക അല്ല, വരം ചോദിച്ചു. ഇവൻ പറഞ്ഞു, എനിക്ക് വലിയ വരമൊന്നും വേണ്ട, എനിക്ക് ചെറിയ വരേ വേണം. എന്താവോ, എന്റെ ഈ ചൂണ്ടുവരലുണ്ടോ, ഓ അത് ഞാൻ ആരുടെ മൂർധാവ് തൊടുന്നു അപ്പൊ അവന്റെ ഫ്യൂസ് പോകണം, അടിച്ചു പോകണം. പരമശിവൻ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. തഥാസ്തു. ഇവനുണ്ടല്ലോ ഉടനെ പരമശിവനോട് ഒന്ന് അവിടെ നിൽക്കണോട്ടോ. അതെന്തിനാണ്? ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ്. പരമശിവന്റെ മൂർധാവിലേക്ക് വിരലും കൊണ്ടുവരിക. പരമശിവൻ അവിടുന്ന് ഒരു ഓട്ടം ഓടി. നാം പാപത്തിനാണെങ്കിൽ നമ്മളെ പോലെ മുണ്ടല്ലോ ഉടിച്ചിരിക്കുന്നത്. മരവുരി എടുത്ത ഓടാൻ എങ്ങനെ ഉണ്ടാവും? അതിനെ മുകളിലൊരു കെട്ടുപോലും കെട്ടിയിട്ടുമില്ല. പിന്നെയാണെങ്കിൽ മേല് മുഴുവൻ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഓടാൻ പറ്റുമോ? അത്ര പാവം ഓടുമ്പോഴാണ് മഹാവിഷ്ണു ഒരു വടുരൂപത്തിൽ വന്ന് ഈ അസുരൻ, ഹേ അവിടെ നിക്കടോ, ഇവരെ പേര് വിളിച്ചു. എടോ അവിടെ നിക്കടോ. ഇവൻ നിന്നു. നിനക്കെന്ത് വട്ടുണ്ടോ ആ പരമശിവന്റെ പിന്നാലെ ഓടിപ്പോവാൻ? ആ പാവം പണ്ട് ദക്ഷന്റെ യാഗത്തിൽ പോയി ദക്ഷൻ ശപിച്ചതാ, ഒരു വരം കൊടുത്താൽ ഏൽക്കാതിരിക്കട്ടെ. അന്ന് മുതൽ നടന്ന് വരം കൊടുക്കുക, ഇതുവരെ ഏറ്റിട്ടില്ല. അപ്പൊ ഇവനൊരു സംശയത്തെ ഏൽക്കില്ലെന്ന്. അല്ല, ഏൽക്കില്ല എന്നതല്ലേ എനിക്കറിയാം. ഞാൻ കണ്ടത് ആ വരം ഇതുവരെ ഒരു വരം ഏറ്റിട്ടില്ല, എനിക്കും തന്നിട്ടുണ്ട്, ഏറ്റിട്ടില്ല. നിനക്ക് അത്ര സംശയം ഉണ്ടെങ്കിൽ നീ ഒന്ന് വെച്ച് നോക്ക് വരില്ലേ. അവന്റെ മൂർധാവിൽ വെച്ച് പിന്നെ ഞാൻ പറയണ്ടല്ലോ, അടിച്ചുപോയി. എന്നാൽ ഈ മഹാവിഷ്ണു കേരളക്കാരനായിരിക്കണം. കാരണം അല്ലെങ്കിലുണ്ടല്ലോ കേരളക്കാരൻ ഈ അസുരൻ കേരളക്കാരനാവും ചെയ്യില്ല. കാരണം അസുരൻ കേരളക്കാരനാണെങ്കിൽ മഹാവിഷ്ണുവിന്റെ മൂർധാവിൽ വെച്ച് നടന്നിട്ടുണ്ടാവും. പിന്നെ 2 ശിവനും മഹാവിഷ്ണുവിനും കൂടെ ഓടേണ്ടി വരും. ഇതുപോലെ അവന് പേടി. ഇവൻ ഈ വരമൊക്കെ കൊടുത്തിട്ട് ഇവൻ മേക്കെട്ട് കയറിയാൽ അപകടമല്ല, എന്തെങ്കിലും അപകടം. ദൂരെ നിന്നിട്ട് തഥാസ്തു എന്ന് പറഞ്ഞ ആള് പോയി. ഇവൻ ആ വരവും കൂടി കിട്ടിയതിന്റെ ധാർഷ്ട്യവും അഹങ്കാരവും ഗർവും ക്രോധവും കൊണ്ടുവരുന്നു. ഒന്നുകൂടി ധാർമ്മിക ജീവിതം നയിക്കുന്നവരെ വേദനിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇവന്റെ വീട്ടിൽ 4ാമത്തെ ഒരു കുഞ്ഞായി പ്രഹ്ലാദൻ വരുന്നത്. ഉണ്ണിക്ക് പ്രഹ്ലാദൻ എന്ന് പേര്. അപ്പൊ അതിനു മുമ്പ് ഹ്ലാദൻ, സുക്ലാദൻ, ഹ്ലാദനുണ്ട്, സുക്ലാദനുണ്ട്, പിന്നെ 3ാമത്തെ പേര് അനുക്ലാദനുണ്ട്, 4ാമത്തെ പ്രഹ്ലാദൻ. ഇങ്ങനെയൊക്കെ പേര് കൊടുത്തു കുട്ടികൾ. ഈ കുട്ടി ജനിച്ച ഉടനെ തന്നെ വളരെ പുഞ്ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. പിന്നെന്തോ ഇങ്ങനെ ചുണ്ടനക്കുന്നുണ്ട്. ആദ്യമൊക്കെ വിചാരിച്ചു പനിയൊക്കെ ഇരിക്കുന്നു. പിന്നെയാണ് മനസ്സിലായത് നാരായണ നാരായണ ഈ നാമം ചൊല്ലിക്കൊണ്ടാണ് കുട്ടി. എവിടുന്ന് കിട്ടി ഈ കുട്ടിക്ക് നാമം? കുട്ടി അപ്പൊ തന്നെ കൊല്ലാനൊക്കെ തോന്നി. പിന്നെ എല്ലാവരും പറഞ്ഞു, ഇതൊക്കെ ചെയ്യരുത്, വളരട്ടെ, നമുക്ക് മാറ്റിയെടുക്കാം. കുട്ടി വളർന്നു വരുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിനെ മാറ്റിയെടുക്കാനായിട്ട് ഒരു അസുര വിദ്യാലയം ആരംഭിച്ചു ഹിരണ്യകശിപു. ഇതൊന്ന് ആദ്യത്തെ റെസിഡൻഷ്യൽ സ്കൂളാണ് ഹിരണ്യകശിപു തുടങ്ങിയത്. ഹിരണ്യകശിപുവിന്റെ സ്കൂളില് ആസുരിക കല മാത്രമേ പഠിപ്പിക്കുള്ളൂ. എന്ന് വെച്ചാൽ 3 കാര്യങ്ങളാണ്. മനുഷ്യൻ അർത്ഥം സമ്പാദിക്കണം, പണം മാക്സിമം ഉണ്ടാക്കണം. എന്തിനാണ്? കാമങ്ങൾ അനുഭവിക്കാൻ, അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ. അല്പം ധർമ്മം അവനവന്റെ കുലത്തോട് കാണിക്കണം. മോക്ഷം എന്നൊന്നും പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സങ്കല്പിക്കുക വേണ്ട, അങ്ങനെയൊന്നുമില്ല. പിന്നെ ജീവിതം നമുക്ക് തരുന്നത് ഹിരണ്യകശിപുവാണ്. ഹിരണ്യകശിപുവാണ് അതൊക്കെ നിലനിർത്തുന്നത്. ഹിരണ്യകശിപുവാണ് ഈ പ്രപഞ്ചത്തെ കറക്കുന്നത്. ഹിരണ്യകശിപുവാണ് നാഥൻ. ഹിരണ്യകശിപുവാണ് ദൈവം. നാമം ജപിക്കേണ്ടത് ആരുടെയാണ്? ഹിരണ്യകശിപുവിന്റെ. ഹിരണ്യായ നമഃ. ഇതൊക്കെ പറഞ്ഞ് ഒരു കോലാഹലം ഉണ്ടാക്കി കുട്ടികളെ പഠിപ്പിച്ചു. ഇതൊക്കെ പഠിപ്പിച്ച് കുട്ടികൾ അങ്ങനെ വളരുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം കുട്ടികൾക്ക് വെക്കേഷൻ ആയിരുന്നു. അതായത് വീടുകളിൽ പോകുമ്പോൾ ഹിരണ്യകശിപുവിന്റെ മകൻ പ്രഹ്ലാദൻ വീട്ടിൽ കൊട്ടാരത്തിൽ പ്രഹ്ലാദിനെ വാരിക്കോരിയെടുത്ത് കവളിലൊക്കെ തട്ടി വിട്ടില്ലേ, നന്നായി പഠിക്കുന്നില്ലേ, അച്ഛൻ അധ്യാപകർ പഠിപ്പിക്കുന്നില്ലേ, നീ മിടുക്കനായിട്ട് വളരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്താ അധ്യാപകർ പഠിപ്പിച്ചത്? നിങ്ങളൊക്കെ കൊച്ചുകുട്ടികളെ LKG പറഞ്ഞയക്കുമ്പോൾ അവര് വരുമ്പോ എന്താ പഠിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോ പറയും ട്വിങ്കിൾ എന്നൊക്കെ പറഞ്ഞ കുട്ടി ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോൾ അമ്മമാർക്കൊരു ആനന്ദമാണ്. ഇതുപോലെ ഈ കുട്ടി എന്താ പഠിച്ചതെന്നൊക്കെ ചോദിക്കുമ്പം കുട്ടിയുടെ കൈയെല്ലാം കൂപ്പിക്കുട്ടി പറഞ്ഞു, ഞാൻ പഠിച്ചത്
തൊട്ടതും അലറി, എവിടുന്നാടാ നിനക്കൊരു നാരായണൻ? ആരാടാ നാരായണൻ? ആര് പറഞ്ഞു നാരായണനെ കുറിച്ച്? ആരാണ് നിനക്ക് ഈ തെറ്റ് പഠിപ്പിച്ചതെന്ന്? അധ്യാപകരുണ്ട്, ശുക്രാചാര്യന്റെ മക്കളായ ഷട്ടനും മക്കൾ വാളോങ്ങി വെട്ടാൻ വേണ്ടിയിട്ട്. അവർ പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾ പഠിപ്പിച്ചില്ല, ഇതൊക്കെ ഔട്ട് ഓഫ് സിലബസാണ്. എന്റെ കുട്ടിക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയതാന്ന് ചോദിച്ചത്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളില്ലാത്തപ്പോ നാരദ മാഷ് വന്ന് ട്യൂഷൻ എടുക്കണ്ടോ സംശയമുണ്ട്. അതേ ഒരു ഓപ്ഷനിലുള്ള ഒരു വഴിയാണെന്നുള്ളത്. നാരദ മാഷി വരുന്നത് അലറി, മേലാൽ അവിടെ ഒരാളും വന്നു പോകരുത്, എന്റെ കുട്ടിയെ ഇതൊന്നും മേലാൽ പഠിപ്പിക്കരുത്, നിങ്ങളെ ഞാൻ വച്ചിരിക്കില്ല, കൊണ്ടുപോകും. കുട്ടിയെ വലിച്ചെറിഞ്ഞിട്ടു. വീണ്ടും അവർ കർക്കശമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അടി, ഇറ്റി, തൊഴി, കുത്ത്. ഇതൊക്കെയാണെങ്കിൽ അധ്യാപകരകത്തായിരുന്നു. അന്ന് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അടി, ഇടി, കുത്തൊക്കെ കൊടുത്ത് കുട്ടിയെ പറയിപ്പിച്ചു, ഹിരണ്യകശിവാണ് ദൈവം, ഹിരണ്യകശിവാണ് എല്ലാം ഹിരണ്യകശിവു. കുട്ടി അതൊക്കെ ഒരു കാതുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നതാണ്. കാലം മുന്നോട്ട് പോയി. വീണ്ടും വെക്കേഷൻ വന്നു കൊട്ടാരത്തിലേക്ക്. അച്ഛൻ ഭാര്യക്കൊരു, പക്ഷെ പണ്ടത്തെ പോലെ കൊഞ്ചിച്ചില്ല. എന്താ ഉള്ളത് വരെ പറയുന്നത്? കുട്ടിയുടെ മുഖത്തേക്ക് എന്താ പഠിച്ചത്? അപ്പോഴാണ് കുട്ടി പറയുന്നത്, ഞാൻ പഠിച്ചതിൽ വെച്ച് സർവശ്രേഷ്ഠമായി എനിക്ക് തോന്നിയിട്ടുള്ളത്, കണ്ണൊക്കെ അടച്ച് ചത്താലും കുഴപ്പമില്ല, കൊന്നാലും കുഴപ്പമില്ല, പറയേണ്ടത് ഞാൻ പറയും. കൈകുത്തിക്കൊണ്ട് പറഞ്ഞു. ശ്രവണം 7-ാം സ്കന്ധം 5-ാം അധ്യായം 24-25 ശ്ലോകങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ശ്രവണം കീർത്തനം വിഷ്ണോ, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യമാത്മനിവേദനം, ഇതി പുംസാർപ്പിതാ വിഷ്ണോ, ഭക്തിശ്ചേനവലക്ഷണ, ക്രിയതേ ഭഗവത്യ തന്മന്യേ അതീതമുത്തമം. എനിക്ക് ഏറ്റവും ഉത്തമമായിട്ട്, സർവശ്രേഷ്ഠമായിട്ട് എന്റെ ജീവിതത്തെ പവിത്രീകരിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രവണം കീർത്തനം വിഷ്ണോ, സ്മരണം പാദസേവനം. ഭഗവാന്റെ നാമങ്ങൾ കേൾക്കലും കഥകൾ കേൾക്കലും ഭഗവാന്റെ നാമസങ്കീർത്തനത്തിൽ മുഴുകലും. അങ്ങനെ ജീവിതത്തെ പവിത്രീകരിച്ച അവസാനം സഖ്യം ആത്മനിവേദനം, ഇതിപ്പം സർപ്പിതാ വിഷ്ണു, ഭക്തിശ്ചേനവലക്ഷണ, ക്രിയതേ ഭഗവദ്ഗത്യ തന്മന്യേ അതീതമുത്തമം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി തന്റെ കണ്ണൊക്കെ കൂപ്പിയിരിക്കുമ്പോ അച്ഛൻ ഒരൊറ്റേറാണ്. ചീന്തിർത്തടാ, നിനക്ക് എവിടെ നടാ ഈ വിഷ്ണു വന്നിരിക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാരായണ എന്നുള്ള ശബ്ദം, വിഷ്ണു എന്നുള്ള ശബ്ദം എന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു പോരുന്നു. എവിടുന്നാടാ നിനക്ക് നാരായണൻ കയറി വരുന്നത്? ആരാടാ നിന്റെ മനസ്സിൽ നാരായണൻ ഇട്ടിരിക്കുന്നത്? നീ എന്താ എന്നെ പേടിപ്പിക്കുകയാണോ? നീ എന്നെ എന്താ എന്നെ വിഷമിപ്പിക്കാൻ വിചാരിക്കണം? പേടിപ്പിച്ച് എന്നെ ഒന്ന് അസ്വസ്ഥനാക്കാൻ വിചാരിച്ചു? നിന്നെ ഞാൻ വെച്ചിരിക്കില്ല. ഇനി നീ ഇവിടെ ജീവിച്ചാൽ അപകടം. നീ മറ്റു കുട്ടികളെ പോലും വഴിതെറ്റിക്കും. നീ അസുരവംശത്തിനൊരു ശാപമാണ്. ഇനി നീ മരിച്ചാലും എനിക്ക് വിരോധമില്ല. കിങ്കരന്മാരെ കൊണ്ട് കൊല്ലാൻ ഉത്തരവിടുന്നു. അവർ കൊണ്ടുപോകുന്നു. കഥകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കഥകളൊക്കെ നിങ്ങൾ കേട്ട് പഴകിയ കഥകളാണ്. മലയുടെ മുകളിൽ നിന്ന് താഴേക്കിടുന്നതും അഗ്നിയിലേക്കിടുന്നതും ആനയെ കൊണ്ട് ചവിട്ടിക്കൊല്ലാൻ നോക്കുന്നതും പാമ്പിനെ കൊണ്ട് കുത്തിക്കാൻ നോക്കുന്നതും കടലിലേക്ക് എറി കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ ഈ കഥകള്. പക്ഷെ ഏതു വിധത്തിലുള്ള ഉപായത്തിലും കുട്ടിയെ കൊല്ലാൻ ഹിരണ്യകശിയുടെ കിങ്കരന്മാർക്ക് സാധിക്കാത്തവര് പിന്തിരിഞ്ഞു വന്ന് രാജാവിന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, രാജൻ ഈ കുട്ടിയെ കൊല്ലാൻ സാധ്യമല്ല. കാരണം ഒരു അത്ഭുത ശക്തി കുട്ടിയെ തടുക്കുന്നു. എവിടുന്നോ കുട്ടിക്കൊരു ശക്തി വരുന്നുണ്ട്. ഈ കുട്ടിയിൽ എന്തോ ദിവ്യത്വമുണ്ട്. ഇത് ഞങ്ങളുടെ അപകടമാണ്. ഞങ്ങളുടെ ജീവിതം അപകടത്തിലാക്കരുത്. അങ്ങ് കൊന്നോളൂ. ഞങ്ങളെ കുട്ടി അരുതാത്ത പണി ചെയ്യിക്കരുത്. ഒരു മഹാനായിട്ടുള്ള കുട്ടിയാണ്. ഒരു ദൈവ ചൈതന്യം നിറഞ്ഞിരിക്കുന്ന കുട്ടിയാണ്. അരുത്, ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുത്. രാജാവ് അവരെ ആട്ടിപ്പറഞ്ഞയച്ച് വാൾ വലിച്ചോങ്ങിക്കൊണ്ട് പറഞ്ഞു, എടാ നിന്നെ കൊല്ലാൻ ഈ ഭൂമിയിൽ ശക്തിയില്ലേതോ? നിനക്ക് എന്ത് ശക്തിയാടാ? ഏത് നാരായണനാടാ നിനക്ക് ശക്തി തന്നത്? എവിടെയാടാ നിന്റെ ശക്തി? നീ എന്റെ വാളിന് ഇരയായി വെട്ടി നുറുക്കപ്പെടുമ്പോൾ ഞാനത് കാണട്ടെ നിന്റെ ശക്തി. ഒരിക്കും അധ്യാപകർ തടുത്തു, വരുത് രാജൻ, ഒന്നുകൂടി ഞങ്ങൾ ട്രൈ ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങൾ കൊന്നോളൂ. കുട്ടിയെ വലിച്ചു കൊണ്ടുപോയി ഗുരുകുലത്തിൽ വെച്ച് അടി, ഇടി, തൊഴി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. വീണ്ടും ഒരു ദിവസം അധ്യാപകരില്ലാത്ത സമയം നോക്കി കുട്ടി അസുര കുട്ടികളെ വിളിച്ച് അവർക്കൊരു കൗൺസിലിംഗ് ചെയ്യുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ 7-ാം സ്കന്ധത്തിലെ 6ഉം 7ഉം അധ്യായം. എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ഈ ജീവിതത്തിൽ നിങ്ങളെ തളർത്താൻ വിധിക്ക് പോലും സാധ്യമല്ല. ഇവിടെ പറഞ്ഞു കൊടുക്കാനോ കുട്ടികളോട്, നോക്കൂ എന്നെ എത്രമാത്രം അച്ഛൻ പീഡിപ്പിക്കുന്നു, അധ്യാപകർ വിഷമിപ്പിക്കുന്നു,
ഞാൻ തളരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടുന്നാണ് എൻ്റെ മനസ്സിന് ഈ ശക്തി? കുട്ടികളെ, ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ മറ്റുള്ളവർ പറയുന്നതും കേട്ടും മാത്രം ജീവിച്ചാൽ നിങ്ങളുടെ ഉൾക്കരുത്ത് നിങ്ങൾ അറിയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവന്റെ തുടിപ്പ് അത് ഈ ശരീരത്തിനല്ല. ശരീരം ജഡമാണ്. ഈ തുടിപ്പുണ്ടല്ലോ, അതിന്റെ പിന്നിൽ അനന്തമായ ഈശ്വര ശക്തിയുണ്ട്. ഈശ്വരൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതല്ല. ഈശ്വരൻ ഒരു ശക്തിയാണ്, അനന്ത ശക്തിയാണ്. ആ ശക്തി ഉള്ളിലുണ്ട്. ആ ശക്തി ഉള്ളിലുള്ളത് കൊണ്ടാണ് അതിന്റെ ഒരു സ്പാർക്കാണ് നമ്മൾ. അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ അത്ര എളുപ്പവുമല്ല. നിങ്ങൾ നോക്കൂ, ഒരു ആറ്റത്തിന്റെ ശക്തി എത്രയാണെന്ന് ഒരു വലിയ ബോംബ് പൊട്ടിക്കുമ്പോഴേ മനുഷ്യൻ അറിയുന്നുള്ളൂ. ഇപ്പൊ ഒരു ചെറിയ ആറ്റത്തിന്, ഇപ്പൊ നമുക്കറിയാം ഒരു ചെറിയ മൊബൈൽ സാധനത്തിനുള്ളിൽ എത്രമാത്രം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഇരിക്കുന്നതെന്ന്. പണ്ടൊക്കെ ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു. ഇന്നിപ്പോ ചെറിയ ഇത്ര പോകുന്ന ഒരു സാധനത്തിൽ 1 TB 2 TB 3 TB. ഞാൻ ഇപ്പടുത്ത കഴിഞ്ഞ കൊല്ലം അമേരിക്കയിൽ കണ്ട ചെറിയൊരു ബോക്സിനകത്ത് 10 TB ഡാറ്റ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഇത്രയും ചെറിയൊരു കുഞ്ഞു സാധനത്തിനുള്ളിൽ അത്രയും ഇൻഫർമേഷൻ. അപ്പൊ ഈ മോഡേൺ സയൻസ് തന്നെ പറയുന്നു, ഒരു ചെറിയ എനർജിക്ക് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ബോധ ഊർജത്തിന്റെ ശക്തി എത്രയാണെന്ന് വല്ല വിവരമുണ്ടോ നമുക്ക്? നമ്മൾ വല്ലതും അറിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് പണ്ട് കവി പാടിയത്, അനന്തമജ്ഞാനം അത് അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിന്റെ എങ്ങാണ്ടൊരിടത്ത് നിന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു. പണ്ട് സ്കൂൾ അസംബ്ലികളിൽ നമ്മളിതാ പാടിയത്, അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി. ഇന്നും ആ വാക്കുകൾക്കൊരർത്ഥമുണ്ട്. പരമാണു, പരമാണു എന്ന് പറഞ്ഞാൽ തന്നെ ദാറ്റ് ഇസ് എ മൈന്യൂട്ട്, ദാറ്റ് വിച്ച് യു കാൻ സീ. ആ പരമാണു പൊരുളി, അതിനൊരു പൊരുള്, അതിനും ഉള്ളിൽ സ്ഫുരണം. നീക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ. എന്തു എഴുതി വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ ജന്മം മനസ്സിലാവില്ല നമുക്ക്. അത് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത്, ആഴണം വാഴണം നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ വാഴണം വാഴണം സുഖം. ഇതാണ് എഴുത്തച്ഛൻ എഴുതി വെച്ചത്. അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമിന്ദുഹരി നാരായണായ നമ. ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ ശക്തിയുടെ മഹത്വം കുട്ടികളെ മനസ്സിലാവും. എനിക്കതാണ് നാരായണൻ. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഈ ശ്വസിക്കുന്ന ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ ഇത് ഉള്ളിൽ രക്തത്തിലേക്ക് ഇങ്ങോട്ട് ചേർക്കണം. ഇതുണ്ടല്ലോ, ലങ്സിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ രക്തത്തിലേക്ക് ചേർക്കുന്നത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല കുട്ടികളെ. നമ്മുടെ കഴിവ് കൊണ്ടാണോ? നമ്മുടെ കഴിവ് കൊണ്ടാണോ? ആണോ? അപ്പൊ ഈ ശരീരത്തിൽ ഒരു അനന്തമായൊരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് എനിക്ക് ഈശ്വരൻ. അതുകൊണ്ട് ഈശ്വരനെ നിങ്ങൾ കാണേണ്ടത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കുട്ടികളെ അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം, യഥാ ഗ്രഹഗ്രസ്തൈവ ക്വചിൽ ഹസതി ആക്രന്തതേത്യായതി വന്ദതേ ചനം മുഹുശ്വസൻ ഭക്തി ഹരേ ജഗത്പദേ നാരായണ ആത്മമതിർ കഥത്രപ. ഉണ്ണികളെ, ഉള്ളിലുള്ള ശക്തിയാണ് നാരായണൻ. ഈ പുറത്തുള്ള അച്ഛനല്ല ശക്തി. ആ അച്ഛനെ നിങ്ങൾ അന്ധമായി ദൈവമായി കണക്കാക്കരുത്. നിങ്ങളുടെ ഉള്ളിലുണ്ട് നാരായണൻ. എനിക്കതാണ് നാരായണൻ. ആത്മമതിർ ഗതത്രപ ഉള്ളിലുണ്ട്. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങളോട് എനിക്കൊരു വിനീതമായ റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലുള്ള മഹാവൈഭവത്തെ മറക്കരുത്. അതുകൊണ്ട് എല്ലാവരും ഓർക്കണം, ദേവോസുരോ മനുഷ്യോ വാം യക്ഷോ ഗന്ധർവയേവ ച
ഭജൻ മുകുന്ദചരണം സ്വസ്തിമൻസ്യൽവ യഥാ വയം നാലം ത്വിജത്വം ദേവത്വം ഋഷിത്വം വാ മഹാത്മജാം ഋഷിത്വം വാസുരാത്മജ പ്രീണനായ മുകുന്ദസ്യ ന വൃത്തം ന ബഹുജ്ഞതാം ന ദാനം ന തപോജ്ഞേജ്യ ന ശൗചം ന വ്രതാനി ച പ്രിയതേ അമലയാ ഭക്ത്യാ ഹരിരന്യൽ വിടംബനം തദോ ഹരോ ഭഗവതി ഭക്തിം കുരുദാനവാം ആത്മൗപമ്യേന സർവത്ര സർവഭൂതാത്മനീശ്വരേ ദൈതേയായക്ഷരക്ഷാംസി ശ്രിയശൂദ്രാമൃകാധിപജൗകസാം ഗഗാ മൃഗാ പാപജീവാ സന്തീഹി അച്യുതാം കഥാ ഏതാവാനേവ ലോകസ്മിൻ പുംസ സ്വാർത്ഥപരസ്മത ഏകാന്തഭക്തിർ ഗോവിന്ദേ സർവത്ര തീക്ഷണം. ഗോവിന്ദനിലുള്ള ഭക്തി, അത് കുട്ടികളെ കൈവിടരുത്. അതാണ് നമ്മുടെ ശക്തി, അതാണ് നമ്മുടെ കരുത്ത്. ദിവസവും അത് നിങ്ങൾ കൊണ്ടു നടന്നാൽ നിങ്ങളെ തളർത്താൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. ഓക്കെ, അതുകൊണ്ട് തളരരുത് കുട്ടികളെ. എല്ലാവരും ജപിക്കൂ എന്ന് പറഞ്ഞ് ഈ അധ്യാപകർ പുറത്തു പോയിരിക്കുക. ഈ കുട്ടി അങ്ങോട്ട് തുടങ്ങി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി ഉറക്കെ അങ്ങോട്ട് ചൊല്ലൂ. നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ. കുട്ടി അങ്ങോട്ട് ഉറക്കെ ചൊല്ലുന്നു, കൂടെ എല്ലാവരും ഏറ്റു ചൊല്ലുന്നു. അധ്യാപകര് വരുമ്പോ കാണുന്നത് ഹിരണ്യായന നമുക്ക് പഠിപ്പിച്ചു പോയതാ. ഇപ്പൊ എല്ലാം മാറി, എല്ലാം നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി. അധ്യാപകർക്ക് തല ചുറ്റുന്ന പോലെ തോന്നി. കാരണം അവർക്കൊരു പേടി, കഴുത്തിന് മുകളിൽ ഇനി തല മിക്കവാറും കാണില്ല. കാരണം ഇവൻ നേരെയില്ല എന്ന് മാത്രല്ല, ഞങ്ങള് നേരെയാക്കിയവരെ പോലും ഇവൻ നേരേക്ക് കളഞ്ഞു. ഇനിയിപ്പോ ഇവരോട് ഹിരണ്യ എന്ന് പറഞ്ഞാൽ ഈ പിള്ളേര് ചവിട്ടും. ഈ അധ്യാപകർ കുട്ടിയെ കടന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഹിരണ്യകശിപുവിന്റെ അടുത്ത് ഒരൊറ്റ ഏറാണ്. ഇനി ഇവൻ ജീവിച്ചിരിക്കരുത്, ഇനി ഇവനെ വധിച്ചോളൂ. കണ്ണെല്ലാം ചുകന്ന് രക്തവർണമായി വാള് വലിച്ചോങ്ങി അലറി, എടാ നിന്നെ കൊല്ലാൻ ഒരു ശക്തിയുമില്ല, നീ ആരെയും പേടിക്കുന്നില്ല, നീ എന്താ കരുതിയിരിക്കുന്നത്? അത്ര ഒരു അഹങ്കാരാണ് നിനക്ക്. ഞാനല്ലാത്തൊരു ദൈവം ഇവിടെ ഇല്ല, ഞാനാണ് ഇവിടുത്തെ സർവശക്തനായ ദൈവം. എന്നോടാണോ നിന്റെ കളി? ഏത് നാരായണ നിന്നെ വന്ന് രക്ഷിക്കുന്നത്? എവിടെയാണോ നിന്റെ നാരായണ? അലറിയ കുട്ടി പേടിക്കേണ്ടതാണ്. ഭൂമി മുഴക്കുന്ന ഗർജനം. കുട്ടി അപ്പോഴും കൈകുപ്പിക്കൊണ്ട് പറഞ്ഞു, കേവലം നീ ഭവതശ്ചരാജൻ സവൈഫലം ബലിനം ചാപരേഷം പരാവരേമി സ്ഥിരജങ്കമായേ ബ്രഹ്മാദയോ ഏന വശം പ്രണീത സൈശ്വരക്കാല ഒരു ക്രവോസോ ഓജസ്സഹസത്തബലേന്ദ്രിയാത്മാ സയേവ വിശ്വം പരമസ്വശക്തിവേ സജത്യവത്യത്രി ഗുണത്രേശ ുരം ഭാവം ഇമം ത്വമാത്മന സമം മനോദത്സന സന്ധി വിദ്വിഷ ഹൃദയചിതാത്മനോൽപദസ്ഥിതൾ തദ്ദീയനന്ദസ്യ മഹൽ സമർപ്പണം. അച്ഛനെ ആക്രോശിക്കാനൊക്കെ ഒരു ശക്തി വേണ്ടേ? എവിടുന്ന് അച്ഛന്റെ ശബ്ദം വരുന്നത്? അച്ഛന്റെ ഉള്ളിൽ ഈ ശബ്ദം വരണമെങ്കിൽ ഒരു ജീവന്റെ തുടിപ്പ് വേണ്ടേ? ആ ജീവൻ അച്ഛനാണ് നിലനിർത്തുന്നത്. അച്ഛൻ എന്തറിയാ ജീവനെ കുറിച്ച്? അത് തന്റെ ഉള്ളിലുള്ള ഈശ്വരനെ മറന്ന് ജീവിക്കുക. ഈ ഞാൻ എന്നൊക്കെ അഹങ്കരിക്കുമ്പോഴേ ഈ ഞാൻ എന്നത് രാവിലെ ഉണർന്നു വരാൻ പോലും ഉണർത്താൻ പോലും പറ്റില്ലേ നമുക്ക്. ഉണർന്നതിന് ശേഷമാണ് ഞാൻ അലറുന്നത്. ആരാ നമ്മളെ ഉണർത്തിയത്? രാത്രി ഉറക്കത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഉറക്കത്തിൽ ഞാനെന്നൊരു ഭാവം ആർക്കുമില്ല. ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അപ്പോഴും ജീവന്റെ തുടിപ്പ് ഇതിൽ മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തുടിപ്പ് നിലനിർത്തിയത് നിങ്ങളാണോ? ഒന്ന് പറഞ്ഞു തരൂ. ആണോ?
അത് ശരീരമാണ് നിലനിർത്തിയതെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എന്തേ മരിച്ച ശരീരത്തിൽ അത് നിലനിൽക്കാത്ത? അതൊന്ന് പറഞ്ഞുതരൂ. മരിച്ച ശരീരത്തിൽ പിന്നെ ജീവന്റെ തുടിപ്പ് നിലനിന്നിട്ടില്ല. ഉണ്ടോ? ഒരു അനന്ത ശക്തി ഇതിനകത്ത് ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഞാൻ അതാണ് ഈശ്വരനായി കാണുന്നത്. അച്ഛൻ അലറുന്നതും ആ ശക്തി ഉപയോഗിച്ചിട്ടാണ്. എനിക്കിതെല്ലാം നേരിടാൻ സാധിക്കുന്നതും ആ ശക്തിയുടെ അനുഗ്രഹമാണ്. ഞാൻ ആ ശക്തി അറിയുന്നു, അച്ഛൻ അത് ദുരുപയോഗം ചെയ്യുന്നു. ഞാൻ ആ ശക്തിയെ സദുപയോഗം ചെയ്യുന്നു, അച്ഛൻ ആ ശക്തിയെ ദുരുപയോഗം ചെയ്യുന്നു. അതുകൊണ്ട് അച്ഛനോട് എനിക്ക് പറയാനുള്ളത്, ജഹ്യാസുരം ഭാവം. ആ അസുരഭാവം ഇവിടെ ഉപേക്ഷിക്കുക വെച്ചാൽ മഹൽ സമർപ്പണം. നമസ്കരിക്കൂ, സമർപ്പിക്കൂ. ആരോട് ഈ ധാർഷ്ട്യം? ഇവിടെ ഈ കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്, ആസുരഭാവത്തെ വിട്ടാലും അത് കഴിഞ്ഞപ്പോഴേക്കും അലറി, നിർത്തടാ, എവിടുന്നാടാ നിനക്ക് ഉപദേശിക്കാനുള്ള കരുത്ത്? എന്നെയാണോ നീ ഉപദേശിക്കുന്നത്? എവിടെയാടാ നിന്റെ നാരായണൻ? അങ്ങനെ ഒരു നാരായണൻ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി വെട്ടി നുറക്കുമ്പോൾ ആ നാരായണൻ വന്ന് നിന്നെ രക്ഷിക്കുന്നത് ഞാൻ കാണട്ടെ. അപ്പൊ ഞാൻ പറയും നാരായണൻ ഉണ്ടെന്ന്. എവിടെയാണ് നിനക്കൊരു നാരായണൻ ഉള്ളത്? ഇവിടെയുണ്ടോ? അവിടെയുണ്ടോ? ഹിരണ്യകശിപുവിന്റെ കോപം വർദ്ധിച്ച് അലറി അലറി. അറിയാതെങ്കിലും നാവിൽ നിന്ന് ചോദിച്ചു, ഈ തൂണിലുണ്ടടാ നിന്റെ നാരായണൻ, നിന്നെ രക്ഷിക്കാനുള്ള ഒരു നാരായണൻ. നീ കുലാന്തകനാണ്, നീ ജീവൻ പോയവനാണ്, നിന്നെ രക്ഷിക്കാൻ ഒരു ശക്തിയുമില്ല. എന്റെ വാളിൽ നീ വെട്ടി നുറുങ്ങുമ്പോൾ, ഇഞ്ചിഞ്ചായി നിന്നെ ഞാൻ വെട്ടി നുറുക്കുമ്പോൾ ഒരു നാരായണൻ നിന്നെ രക്ഷിക്കാൻ ഉണ്ടാവില്ല. കാണിച്ചതാടാ നിന്റെ നാരായണൻ. എവിടെയാണ്? ഈ തൂണിലുണ്ടോ? ഒരു നിമിഷം ആ തൂണിനടുത്തേക്ക് ചെന്ന് ഒരു ഗദ വലിച്ചെടുത്ത് ഒരൊറ്റ അടിയാണ് തൂണിന്. അതോടുകൂടി ഹിരണ്യകശിപു വിചാരിച്ചു കാര്യമൊക്കെ തീർന്നു. ആ തൂണങ്ങോട്ട് പിളരുന്നൊരു അലർച്ചയാണ്. വലിയ മരത്തിന്റെ തൂണ് പിളരുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിലുള്ളുന്നൊരു വലിയ ഗർജനം. കണ്ണെല്ലാം നോക്കി എന്തായി കാണുന്നത്? വെളുത്ത രോമങ്ങൾ അങ്ങനെ പുറത്തേക്ക് വരുന്നു. പിന്നെ കാണുന്നത് കൂർത്ത നഖങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരിക. പിന്നെ അതാ രക്തവർണമായ നാക്ക് നീട്ടിയിട്ട് കൂർത്ത പല്ലുകള്. കാണുമ്പോ മനസ്സിലാവുന്നില്ല എന്താ ഈ സാധനം എന്നുള്ളത്. പിന്നെയാണ് ഉഗ്രമായൊരു സിംഹവും താഴെ മനുഷ്യരൂപവുമായിട്ട് ഒരു ഉഗ്രരൂപം ആ തൂണിൽ നിന്നങ്ങനെ അലറി പുറത്തേക്ക് ഇങ്ങനെ ചാടുന്ന രംഗം. അങ്ങനെ ഭയാനകമായ, ഉഗ്രമായ, അത്യന്തം ഘോരമായ, കാണുമ്പോൾ തന്നെ ഭയം ജനിപ്പിക്കുന്ന ഉഗ്രമായ ഒരു നരസിംഹരൂപം പ്രകടമാവുകയാണ്. ഇനി എന്താ സംഭവിച്ചതെന്നുള്ളത് പ്രത്യക്ഷമായി നിങ്ങൾ